കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോട്ടയം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ സ്ഥലം, വളരെ നല്ല അടിപൊളി റോഡ്, കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കൊന്നുമില്ലാത്ത ഒരു മാന്യമായിട്ടുള്ള റോഡ് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നമ്മളിപ്പോൾ ഈവനിങ് ആയി കേട്ടോ. ഈവനിങ് ആയി നല്ല സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് കോട്ടയം NSS ഹൈസ്കൂളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു മനോഹരമായ ഒരു പള്ളി, നിങ്ങളത് കണ്ടു നോക്കി. സൂപ്പർ പള്ളിയല്ലേ ഇത്. പോട്ടെ മുന്നോട്ട് പോകട്ടെ. ഇത് കണ്ടല്ലേ, ഇവിടെ ഉള്ള ഒരു പഴയ കടകൾ, ഈ മാടക്കടകളൊന്നും ഇന്നത്തെ കാലത്തൊക്കെ കാണാൻ സാധിക്കില്ല. അതൊക്കെ ദ്രവിച്ച് അങ്ങനെ അറ്റമായി. നമുക്ക് എന്തായാലും പുലരി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് ഇത്. കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ ഗ്രാമീണമായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കിട്ടത്തില്ല. അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ മാടക്കട എന്ന് പറയുന്നത്. മാടക്കട എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഇല്ല എങ്ങും. വളരെ കുറവാണ്. എല്ലാവരും ഒന്നിൽ താപക്കെട്ട് കെട്ടി ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ കടപടക്കാം. തിരക്കില്ലാത്തത് കൊണ്ടും വാഹനം ഓടിക്കാൻ, നമ്മൾ കാർ ഓടിക്കുന്നതിന് നല്ല വളരെ സുഖമുള്ള ഒരു ഏർപ്പാട് തന്നെയാണ്. നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരാൻ വണ്ടിയൊന്നുമില്ലല്ലോ. നമുക്ക് ശരിക്കും ഈ വഴി വരേണ്ട ആവശ്യം വരുന്നില്ല. പലപ്പോഴും നമുക്ക് ഡയറക്റ്റ് നമ്മളാ മുമ്പേ പോയ വഴി 12 നേരെ കൂന്നിക്ക് വന്നാൽ മതി. ഇങ്ങനെ കറങ്ങി ഇടിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ചെമ്പകപ്പാലം എന്ന് പറയുന്നൊരു പാലമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, രണ്ട് സൈഡിലും പാടമാണ്. അതുപോലെ തന്നെ ഒരു ശരിക്കും ഗ്രാമീണ കാഴ്ച നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അതേ ഇവിടെ അങ്ങനെ ഒതുക്കിയാൽ കേട്ടോ. ഒരു ഈ കാണുന്നത് നമ്മുടെ കോട്ടയം ചെമ്പകപ്പാലത്തിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളാണ്. നോക്കി, പാടശേഖരവും അതുപോലെ ഈ റോഡും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി. നമ്മുടെ ചേട്ടൻ ഇറങ്ങി വരുന്നത് ചേട്ടൻ മീനൂട്ടി എന്തായാലും വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടെയായിട്ട് രണ്ട് ചെറിയ തട്ട് കടകൾ കാണുവാൻ സാധിക്കും. ചെറിയ രണ്ട് കടകളാണ്. ചെറുകടിയും ചായ, വട. മീനൂട്ടി ഇറങ്ങുന്നില്ലേ? കൂട്ടുകാരെ, നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. നമ്മുടെ ഈ വയൽ ഭാഗത്തോട്ട് നമ്മളൊന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. വയൽ ഭാഗത്തോട്ട് ഇതാ നോക്കി, അവർ ഇറങ്ങി വരുന്നു. നമ്മൾ ഇതൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല. കൃഷികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അന്യം നിന്ന് പോകും. നമ്മുടെ കേരളത്തിനകത്ത് അന്യം നിന്ന് പോകുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഇത് വാഴക്കൃഷി. നമ്മൾ ഇടകൃഷിയായിട്ട് വാഴക്കൃഷിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ സൈഡിലായിട്ട് തെങ്ങ്, വാഴ ഇങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നെൽപ്പാടമാണ്. പക്ഷേ ഇത് ഇപ്പോൾ ചെയ്തിട്ടില്ല, കൃഷി ചെയ്തിട്ടില്ല. പക്ഷേ അവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെയ്തിട്ടുള്ളതിൻ്റെ ആ കൃഷി ചെയ്തിട്ട് അവർ കൊയ്തൊക്കെ മാറ്റിയതിൻ്റെ ആ ഒരു വിഷ്വലാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിടിച്ച് നിൽക്കുന്ന കാടിൻ്റെയൊക്കെ ഒരു വിഷ്വലാണ് കേട്ടോ. ഇത് കണ്ട് എന്ത് മനോഹരമാണ് കാണാൻ. നമുക്കിത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കേരളം ഇപ്പോഴും ഒറ്റയടിക്കാണ് നമ്മുടെ നാടിൻ്റെ സ്വഭാവം അങ്ങ് മാറിയത്. ഇന്ന് എല്ലായിടത്തും ഫ്ലാറ്റുകളും കാര്യങ്ങളെല്ലാം ആയതും ഇതേപോലെ നെൽകൃഷിയൊക്കെ കാണാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ടുപോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തെങ്ങൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോഴും ചില നാടുകളിലൊക്കെ നമുക്ക് പോയി തെങ്ങെന്ന് പറയുന്നതിന് പകരം മൊത്തം റബ്ബറായിപ്പോയി. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റബ്ബറാണ് കേട്ടോ മൊത്തം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കാഴ്ചകൾ. നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. മീനൂട്ടി ഇങ്ങനെയുള്ള കാഴ്ചകൾ മീനൂട്ടി കണ്ടിട്ടുണ്ടോ? മീനൂട്ടി പൊയ്യക്കട കണ്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ വയൽപ്പാടവും കാര്യങ്ങളൊക്കെ അല്ലേ മീനൂട്ടി പൊയ്യക്കട കണ്ടിട്ടില്ലേ? മീനൂട്ടി എന്തോ ഭയങ്കര ഗഹനമായ അലച്ചിലില്ല, എന്തൊരു ആലോചനയില്ല മീനൂട്ടി. വളരെ മനോഹരമായ നെൽപ്പാടങ്ങളും വളരെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് വ്യൂ. കണ്ടോ, ഇതൊക്കെ തന്നെയാണ് വ്യൂ. ഇവിടെ വളരെ നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ നിൽക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് പിന്നെ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നതേ ഉള്ളൂ. ചെമ്പകപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ.
നമ്മളിതാ ഇവിടെ ഇങ്ങനെ നമ്മൾ പോകേണ്ട ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഏരിയയൊക്കെ കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് അതിനായിട്ട് എന്താ നമ്മളെന്താ പറയുക അതിൻ്റെ അടുത്ത് വന്ന് തന്നെ നമ്മൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും പോകത്തില്ല ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുക. ഞാനവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞ വഴിക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീനി ബ്രോയും മീനൂട്ടിയും കൂടെ ആയിട്ടുള്ള ഒരു ഫോട്ടോഷോട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ നിങ്ങൾക്ക് കാഴ്ചയിൽ നിന്ന് പകർത്തിയെന്നേ ഉള്ളൂ. നമ്മൾ ചെമ്പകപ്പാലം വ്യൂ കണ്ട് നമ്മളിനി എങ്ങോട്ടാ പോന്നേ? വ്യൂ ഒക്കെ കണ്ടു, പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷെ നമുക്ക് അടുത്ത സ്ഥലത്തിലോട്ട് പോകണമല്ലോ, അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് അങ്ങ് പോവാം അല്ലേ നമ്മുടെ ശ്രീനി ബ്രോ. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.